നമ്മുടെ ഗാർഡനിൽ പൂ തുലഞ്ഞു നിൽക്കുന്ന അടർന്ന എന്ന സുന്ദരിയെ കണ്ടോ? എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കി. കണ്ടോ? പല വർണ്ണങ്ങളിലാണ് ഇതിന് പൂക്കൾ വിരിയുന്നത്. ഒരു ചെടിയിൽ തന്നെ നോക്കി എത്ര കളറിലാന്ന് നോക്കിയ പൂക്കൾ വിരിയുന്നത്. അതുപോലെ കണ്ടോ നമ്മുടെ സക്കുറ ബെല്ലക്കാൻ, വാട്ടർമെലൻ കിസ് കണ്ടോ? സൂപ്പർ സുന്ദരിയാണേ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബൊഗേൻവില്ല പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണേ. അതും കോംബോ ഓഫറിൽ. അപ്പോൾ കോംബോ ഓഫറിൽ പ്ലാന്റുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണേ. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ബൊഗേൻവില്ല പ്ലാന്റ്സുകൾ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു പീക്ക് ടൈമാണിപ്പോഴേ. എവിടെ നോക്കിയാലും കടലാസ് ചെടിയാണ് കാണാനുള്ളത്. അതും പല വർണ്ണങ്ങളിൽ നിറഞ്ഞു പൂത്ത് നിൽക്കുക. ഹൈബ്രിഡിൻ്റെ വെറൈറ്റി പ്ലാന്റ്സുകൾ, ഇപ്പം മലേഷ്യൻ, സിംഗപ്പൂർ, തായ്ലൻഡിൽ നിന്നൊക്കെ ഇറങ്ങുന്ന പ്ലാന്റുകൾ എന്ത് ഭംഗിയാണ് കാണാൻ. അത് ഇല കാണാതെ പൂക്കും എന്നുള്ളതാണ് ആ ചെടികളുടെയൊക്കെ ഒരു പ്രത്യേകത. നമ്മുടെ റൂബി റെഡിൻ്റെ പ്രത്യേകത പറയുവാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ കളറാണ് ഇതിൻ്റെ പൂക്കൾക്ക്. നിറഞ്ഞു പൂക്കും, ഇല കാണാതെ പൂക്കുന്ന ഒരു ചെടി കൂടെയാണ്. ഇതുണ്ട് നമ്മുടെ ഫോർമോസയുടെ ഒരു പ്ലാന്റ്. നമ്മുടെ കിങ് ഓറഞ്ച് പൂ തുലഞ്ഞ് നിൽക്കുന്നതുണ്ടോ? നല്ല ഭംഗിയുള്ള കളറാണേ. എവിടെ നിന്നാലും എടുത്തറിയാൻ പറ്റും. കിങ് ഓറഞ്ച് നല്ല കളർഫുള്ളാണ്. നമ്മുടെ ലൈലാക്ക് ഫോർമോസ കണ്ടോ? നല്ല ഭംഗിയുള്ളതാണ്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ ബെസ്റ്റാണേ. ഇതും അതുപോലെ ഇല കാണാതെ പൂക്കുന്ന ഒരു ചെടിയാണേ. ഏറ്റവും പുതിയ വെറൈറ്റിയായി നമ്മുടെ അടർന കണ്ടോ? എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കി. ഒരു ചെടിയിൽ വിരിയുന്ന പൂക്കൾ പല വർണ്ണങ്ങളിലാണ് ഇതിന് പൂക്കൾ വിരിയുന്നത്. ക്രീമുണ്ട്, പിങ്ക് ഉണ്ട്, മജന്ത ഉണ്ട്, നോക്കി. അതുപോലെ ഓറഞ്ച് കളറ്. ഇല കാണാതെ പൂക്കുന്ന ഒരു ചെടിയാണ് ഈ അടർനായി. വാട്ടർമെലൻ കിസ് കണ്ടോ? ഇതിൻ്റെ കളർ തന്നെ നല്ല ഭംഗിയുള്ള കളറാണ്. വിരിഞ്ഞ് വരുമ്പം ഇതുപോലെ ഉള്ള കളറിലാണ് പൂക്കൾ വിരിയുന്നത്. അതിനുശേഷം അതിൻ്റെ പൂക്കളുടെ കളർ, യഥാർത്ഥ കളറ് ഈ ഒരു കളറാണ്. നമ്മൾ വാട്ടർമെലൻ തണ്ണിമത്തൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മുറിക്കുമ്പോൾ ഉള്ള ആ കളറാണ് ഇതിൻ്റെ കളറ്. അതുപോലെ നമ്മുടെ സക്കൂറ ബെല്ലക്കാൻ കുഞ്ഞു കുഞ്ഞു ഇലകളും കുഞ്ഞു കുഞ്ഞു പൂക്കളുമായിട്ട് നിറഞ്ഞു പൂക്കുന്ന ഒരു ഇനമാണ് സക്കൂറ ബെല്ലക്കാൻ. നോക്കി എത്ര ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കി. അതിന് വിരിഞ്ഞു വരുമ്പോൾ ഒരു കളറായിരിക്കും. കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ പൂക്കളുടെ കളറുകളൊക്കെ മാറിത്തുടങ്ങും. കുരൂരാ പൂക്കളായിരിക്കും ഇതിൽ. ഇല കാണാതെ പൂക്കുന്ന ചെടിയാണ്. എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കി. ചിത്രാട പ്ലാന്റ്സ്. അതുപോലെ ഇല കാണാതെ പൂക്കുന്ന നമ്മുടെ പൂനെ വൈറ്റ് കണ്ടോ? ഈ പൂക്കളുടെ ഒരു പ്രത്യേകത പറയുവാണെങ്കിൽ പൂക്കൾക്ക് നല്ല വലിപ്പമാണേ. നല്ല വലിപ്പമുള്ള പെറ്റൽസാണ്. പിന്നെ ഇതിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. അതാണ് പൂനെ വൈറ്റ്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ നല്ല പ്ലാന്റാണേ. അതുപോലെ നമ്മുടെ സ്ലീപ്പിംഗ് ബ്യൂട്ടി കണ്ടോ? പകുതിയേ അത് ഓപ്പൺ ആവത്തുള്ളൂ, എപ്പോഴും ഉറക്കമാണ്. നമ്മുടെ കോംബോയിലുള്ള ഒന്നാമത്തെ പ്ലാന്റാണ് ഈ ഗ്ലാബറയുടെ റെഡ്. നോക്കിയാൽ നല്ല ഭംഗിയുള്ള പൂക്കളാണേ. കണ്ടോ? ഒന്നാമത്തെ പ്ലാന്റ് ഇതാ. നല്ല കളറല്ലേ? അപ്പോൾ ഇതുപോലെ പൂക്കളുള്ള ചെടിയാണ് നമ്മുടെ കോംബോയിലുള്ളത്. അല്ലാതെ പൂക്കളില്ലാത്ത ചെടിയോ ഒന്നുമല്ല, നിറയെ പൂക്കളുള്ള ചെടിയാണ്. രണ്ടാമത്തേത് നമ്മുടെ പിങ്ക് ബ്യൂട്ടിയാണേ. നോക്കി, പിങ്ക് ബ്യൂട്ടി നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിങ്ക് ബ്യൂട്ടിയുടെ. കട്ട
ഒട്ടയ്ക്കിങ്ങനെ പൂക്കളായിട്ടിങ്ങനെ നിൽക്കുന്നതാണേ. നമ്മുടെ കോംബോയിലുള്ള മൂന്നാമത്തെ പ്ലാന്റാണ് ഈ മഹാറായുടെ പ്ലാന്റ്. 4 കളറിൽ പൂക്കൾ വിരിയുന്ന പ്ലാന്റാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. പീച്ച്, അതുപോലെ ഓറഞ്ച്, പിങ്ക്, മജന്ത, അങ്ങനെ 4 കളറിലാണ് ഇതിന് പൂക്കൾ വിരിയുന്നത്. കണ്ടോ, ഈ ഒരു പൂക്കൾ, ഈ കളറും കൂടെ കണ്ടോ, ഈ ഒരു കളറിൽ കൂടെ ഇതിൽ പൂക്കളുണ്ടാവും ഒരു ചെടിയിൽ തന്നെ. അപ്പോൾ ഈ കോംബോ ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് പ്ലാന്റുകൾ DTDC കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും. അപ്പം വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമ്മൾ ആ 3 പ്ലാന്റിൻ്റെ വില എത്രയാണെന്ന് അറിയണ്ടേ? അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 400 രൂപയാണേ. അപ്പോൾ ഈ കോംബോ ഇഷ്ടപ്പെട്ടവർ, നമുക്ക് പ്ലാന്റ് ആവശ്യമുള്ളവരൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പിങ്ക് ബ്യൂട്ടി. കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. എവിടെ നോക്കിയാലും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ബൊഗൈൻവില്ലയാണ്. നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ പൂത്തുലഞ്ഞ് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.